Hi, good morning friends. I am Shyam, lecturer in Mathematics, Majlis Polytechnic College. ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ബൈനോമിയൽ തിയറം എന്ന ചാപ്റ്ററിലെ പ്രോബ്ലവുമായിട്ടാണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് വരുന്ന സെഗ്മെന്റിലൂടെ കാണാം. അടുത്തതായി നമ്മൾ ഒരു ബൈനോമിയൽ സീരീസ് എക്സ്പാൻഡ് ചെയ്താൽ അതിലെ കോൺസ്റ്റന്റ് ടേം എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള പ്രോബ്ലവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളെ ക്വസ്റ്റ്യൻ, find the constant term in the expansion of x cube plus 3 by x square all raised to 15. അപ്പോൾ നമ്മൾ x raised to n ന്റെ കോഎഫിഷ്യന്റ് കണ്ടുപിടിച്ച പ്രോബ്ലം ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഇനീഷ്യൽ സ്റ്റെപ്സ് എന്തൊക്കെയാണോ അതൊക്കെ തന്നെയാണ്, ഓൾമോസ്റ്റ് സെയിം ആണ് കോൺസ്റ്റന്റ് ടേം കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിലെ സ്റ്റെപ്സും. ഒരു ചെറിയ ഒരു പോർഷനിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അതെന്താണെന്ന് നമുക്ക് ഈ പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് r+1th ടേമിലാണ് കോൺസ്റ്റന്റ് ടേം ഒക്കർ ചെയ്യുന്നത്. അതാണ് സപ്പോസ് ദാറ്റ് കോൺസ്റ്റന്റ് ടേം ഈസ് ദ r+1th ടേം. അപ്പോൾ r+1th ടേം എഴുതണമെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ പ്ലസ് ആണോ നടുക്കിൽ അല്ലെങ്കിൽ മൈനസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യണം. നമ്മൾ പ്ലസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ r+1th ടേം ഓഫ് x cube plus 3 by x square all raised to 15 equal to പ്ലസ് ആകുമ്പോൾ എന്തായിരുന്നു r+1th ടേം എന്ന് പറഞ്ഞാൽ NCR x raised to n minus r a raised to r. അതാണ് r+1th ടേം. അപ്പോൾ ഇവിടെ n-ന്റെ സ്ഥാനത്ത് 15 ആണ്, a-യുടെ സ്ഥാനത്ത് x ക്യൂബ് ആണ്, അല്ല x-ന്റെ സ്ഥാനത്ത് x ക്യൂബ് ആണ്, a-യുടെ സ്ഥാനത്ത് 3 by x square ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ കൊടുക്കും? 15CR x-ന് പകരം x ക്യൂബ് all raised to 15 minus r, a-ക്ക് പകരം 3 by x square all raised to r. ഇനി ഇതിൽ x-ന്റെ ടേംസ് രണ്ടെണ്ണം കാണുന്നുണ്ട്. നമ്മൾ അതിനെ സിംഗിൾ ടേം ആക്കി കൊണ്ടുവരണം, എക്സിന്റെ സിംഗിൾ ടേം ആക്കി കൊണ്ടുവരണം. അതിനായി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 15CR x raised to 45 minus 3r. അതെങ്ങനെ കിട്ടി? ഇത് x raised to m all raised to n എന്നുള്ള ഫോർമുലയാണ്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ 3 into 15 45 minus 3 into r, അങ്ങനെയാണ് മൈനസ് 3r. ഇനി ഇവിടെ 3യുടെ പവറും x സ്ക്വയറിന്റെ പവറും r ആക്കി മാറ്റുക. അപ്പോൾ 3 raised to r x square all raised to r. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 15CR കോൺസ്റ്റന്റ് ആദ്യം എടുത്ത് എഴുതി 3 raised to r, എക്സിന്റെ ടേംസ് ഒരുമിച്ചേക്കുക. x raised to 45 minus 3r ഡിവൈഡഡ് ബൈ x raised to 2r. ഇത് എന്ത് ഫോർമുല ഉപയോഗിച്ചത്? x raised to m all raised to n, x raised to m into n, അതായത് x raised to 2r. അങ്ങനെയാണ് ഇവിടെ x raised to 2r എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ 15CR 3 raised to r x raised to 45 minus 3r minus 2r. അതെങ്ങനെ ഇതിങ്ങനെ മാറി? ഇത് x raised to m ഡിവൈഡഡ് ബൈ x raised to n എന്നുള്ള ഫോർമുലയാണ്. അതായത് x raised to m ഡിവൈഡഡ് ബൈ x raised to n ഈക്വൽ ടു x raised to m മൈനസ് n. m-ന്റെ സ്ഥാനത്ത് 45 മൈനസ് 3r ആണ്, n-ന്റെ സ്ഥാനത്ത് 2r ആണ്. അങ്ങനെ അത് x raised to 45 മൈനസ് 3r മൈനസ് 2r എന്ന് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 15CR 3 raised to r x raised to 45 മൈനസ് 5r. ഇവിടെ മൈനസ് 3r ഉണ്ട്, മൈനസ് 2r ഉണ്ട്, അപ്പോൾ മൈനസ് 5r ആണ്. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി നമ്മൾ എന്തായിരുന്നു അസ്യൂം ചെയ്തത്? എക്സ് കോൺസ്റ്റന്റ് ടേം ഒക്കേഴ്സ് ഇൻ ദ r+1th ടേം എന്നാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ടേമിൽ എക്സ് ഉണ്ടാവില്ല. എക്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എക്സിന്റെ പവർ 0 ആയിരിക്കും, അതായത് എക്സ് റൈസ് ടു 0. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള കിട്ടിയ എക്സിന്റെ ഈ പവറിനെ x raised to 0 ആയിട്ടാണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ x raised to 45 minus 5r equal to x raised to 0. ഇനി ഇത് രണ്ടും തുല്യമാണെന്ന് പറഞ്ഞാൽ അതിന്റെ പവേഴ്സ് തുല്യമാണെന്ന് ആണ് അതിന്റെ മീനിങ്. അത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ 45 minus 5r equal to 0, that implies 45 equal to 5r, അല്ലെങ്കിൽ 5r equal to 45. That implies r equal to 45 by 5, that implies r equal to 9. r-ന്റെ വാല്യൂ 9 എന്ന് നമുക്ക് ലഭിച്ചു. ഇനി കിട്ടിയ r-ന്റെ വാല്യൂ ഇവിടെ x ഒഴിവാക്കിയ നിർത്തിയാൽ കിട്ടിയ ബാക്കി ടേമിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോൺസ്റ്റന്റ് ടേം കിട്ടും. അതായത് the constant term equal to 15CR 3 raised to r that equal to 15C9 3 raised to 9. അപ്പോൾ ചിലർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്തുകൊണ്ട് ഇത് മാറ്റി നിർത്തി? ഇനി ഇത് മാറ്റി നിർത്താണ്ട് ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേ വാല്യൂ തന്നെയാണ് കിട്ടുക. അതായത് 15C9 3 raised to 9 x raised to 45 minus 5 into 9 കിട്ടും. അതായത് 5 into 9 എന്ന് പറഞ്ഞാൽ 45 ആണ്. അപ്പം 45 മൈനസ് 45 എന്ന് പറഞ്ഞാൽ x raised to 0. x raised to 0 എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ 1 ആണ്. ഏതൊരു നമ്പറിന്റെ പവർ 0 വന്നു കഴിഞ്ഞാൽ 1 ആണ്.
അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 15c9 3^9 എന്ന് തന്നെയാണ്. രണ്ട് രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കോൺസ്റ്റന്റ് ടേം കണ്ടുപിടിക്കാവുന്നതാണ്.